മക്കളെ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ സെക്സ് ഡിറ്റർമിനേഷൻ. അതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നത് ഹണി ബീസ് ആണ്. സോ ഹണി ബീസിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. യെസ്, കം ഓൺ. സോ നമ്മുടെ ഒരു ഹണി ബീ കോളനിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 3 ടൈപ്പ് ഓഫ് ബീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് മെയിൽ ആണ്. മെയിലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്രോൺ എന്നാണ്. ദെൻ ഫീമെയിൽസ് ആണ്. ഫീമെയിൽ ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ക്വീനും ഉണ്ട്, അതുപോലെ വർക്കേഴ്സും ഉണ്ട്. സോ ക്വീൻ ആക്ച്വലി സൈസിൽ അല്പം കൂടുതലൊക്കെ ആയിരിക്കും. വർക്കേഴ്സും ഉണ്ടാകും. ഇതില് വർക്കർ ബീസും ഫീമെയിൽ ആണ്, ക്വീനും ഫീമെയിൽ ആണ്. പക്ഷേ ഇതിൽ ക്വീനിന് മാത്രമേ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ വർക്കേഴ്സ് ജോലി ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. ഓക്കെ, സോ ഫീമെയിലുകളിൽ ക്വീനിന് മാത്രമാണ് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത്. എപ്പോഴും ഓർത്തിരിക്കുക, ഇതിൽ ആൺ പെൺ വ്യത്യാസം XY ക്രോമസോം ഒന്നും നോക്കിയിട്ടല്ല, ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ എന്ന് നോക്കിയിട്ടാണ്. ഡിപ്ലോയിഡ് ആണെങ്കിൽ അത് ഫീമെയിൽ ആയിരിക്കും, ഹാപ്ലോയിഡ് ആണെങ്കിൽ അത് മെയിൽ ആയിരിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇവരുടെ കേസിൽ സെക്സ് ഡിറ്റർമിനേഷൻ വരുന്നത്. ഇവരുടെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 32 ആണ്. സോ അതുകൊണ്ട് തന്നെ ക്വീൻ എടുത്താലും വർക്കേഴ്സ് എടുത്താലും അവരിലെ ക്രോമസോം നമ്പർ 32 ആണ്, 32. പക്ഷെ അതേസമയം മെയിൽ ഹാപ്ലോയിഡ് ആണ്, അതായത് നേരെ പകുതി, ദാറ്റ് ഈസ് ഓൺലി 16 ക്രോമസോംസ്. സോ 16 ക്രോമസോംസ് മാത്രമേ മെയിലിൽ ഉണ്ടാകൂ, ഫീമെയിലില് 32 ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാകുക. ഇനി എങ്ങനെയാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. സോ ക്വീനിനാണല്ലോ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളത്, ആൻഡ് ദാറ്റ് ഈസ് എ ഡിപ്ലോയിഡ് വൺ. ദാറ്റ് ഈസ് 32 നമ്പർ ഓർ 2n നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് അവരിലുള്ളത്. സോ ക്വീൻ എന്ത് ചെയ്യുന്നു? മുട്ടയിടുന്നു, എഗ്. സോ എഗ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം തന്നെ മിയോസിസ് വഴിയാണ്. സോ മിയോസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഹാപ്ലോയിഡ്. ദാറ്റ് ഈസ് 16 നമ്പർ ഓഫ് ക്രോമസോംസേ അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. വേണമെങ്കിൽ ഈ എഗ്ഗിന് തന്നെ ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞായി മാറാനുള്ള കഴിവുണ്ട്. അപ്പൊ ഫെർട്ടിലൈസേഷന്റെ ഒന്നും ആവശ്യമില്ല. ദ എഗ് ക്യാൻ ഡയറക്റ്റ് ഡെവലപ്പ് ഇൻ ടു ആൻ യങ് വൺ. അങ്ങനെ യങ് വൺ ആയിട്ട് മാറിയാൽ ഒരു പുതിയ ബി അവിടെ ഉണ്ടാകുമ്പോൾ ആ ബിയുടെ ശരീരത്തിനകത്ത് ജസ്റ്റ് 16 നമ്പർ ഓഫ് ക്രോമസോംസ് അഥവാ N മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ? യെസ്, ഇറ്റ് വിൽ ബി എ മെയിൽ. കാരണം ഹാപ്ലോയിഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ മെയിൽ. അതാണ് കണ്ടീഷൻ. സോ ഇതൊരു മെയിൽ ആയിട്ടുള്ള ഡ്രോൺ ആയിരിക്കും. പക്ഷെ ഒരു കോളനിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഫീമെയിൽസിനെയാണ്. കാരണം വർക്കർ ബീസ് ഉണ്ടെങ്കിൽ തേൻ കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഡ്രോൺസ് ആക്ച്വലി പുറത്തിറങ്ങത്തില്ല, അവന്മാർ അകത്ത് തന്നെ ഇരിക്കും. അവരുടെ മലയാളം പേര് തന്നെ മടിയൻ ഈച്ച എന്നാണ്. മടിയന്മാര അകത്തേ ഇരിക്കത്തുള്ളൂ, പുറത്തിറങ്ങത്തില്ല. സോ ക്വീന് ഡയറക്റ്റ് ആയിട്ട് കുഞ്ഞിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ഫെർട്ടിലൈസേഷന്റെ ആവശ്യമില്ലാതെ. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാം ആൺകുട്ടികളായിരിക്കും. നമുക്ക് ഒരു കോളനിയിൽ ഏറ്റവും അത്യാവശ്യം വർക്കർ ബീസ് ആണ്. സോ വർക്കർ ബീസിനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രോൺസ് വന്നേ പറ്റൂ. സോ ഒരു മെയിൽ വരുന്നു, ആ മെയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൽ ഓൾറെഡി ഹാപ്ലോയിഡ് ആണ്, ഗമേറ്റും ഹാപ്ലോയിഡ് ആണ്. സോ അവിടെ നടക്കേണ്ടത് ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഏതായിരിക്കും ഇക്വേഷണൽ ഡിവിഷൻ? മൈറ്റോസിസ്. അപ്പൊ മൈറ്റോസിസ് ഡിവിഷൻ വഴിയാണ് മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ എഗ്ഗും ഈ സ്പേമും കൂടി ഫെർട്ടിലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ബീസ്, അതായത് സൈഗോട്ട് ഉണ്ടാകും അല്ലെങ്കിൽ ബീസ് ഉണ്ടാകും. ആ ബീസ് എന്ന് പറയുന്നത് N+N അഥവാ 2n നമ്പർ ഓഫ് ക്രോമസോംസ്, 32 നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഡിപ്ലോയിഡ്. ഡിപ്ലോയിഡ് ആണെങ്കിൽ അത് ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ? ഇറ്റ് വിൽ ബി എ ഫീമെയിൽ. സോ ഇറ്റ് വിൽ ബി എ ഫീമെയിൽ ബി. സോ ഇങ്ങനെയാണ് ഹണി ബീസിന്റെ കേസിൽ സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്. ഹാപ്ലോയിഡ് ആണെങ്കിൽ മെയിൽ, ഡിപ്ലോയിഡ് ആണെങ്കിൽ ഫീമെയിൽ. മക്കളെ, ഇതുപോലെ നമുക്ക് ഫുൾ ടോപ്പിക്കും അടിപൊളിയായിട്ട് മനസ്സിലാക്കി തന്നെ പഠിച്ചു തീർക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ ട്യൂഷൻസിന്റെ അഡ്മിഷൻസ് നടക്കുകയാണ്. ഇപ്പോൾ ഒരു മൺസൂൺ ഓഫർ കൂടി വന്നിട്ടുണ്ട്. 10% ഓഫോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആപ്പിലെ നമ്മുടെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അഗ്നി ബാച്ചിലേക്കുള്ള കോഴ്സ്. അതിൽ ബേസ് പ്ലാൻ ആണെങ്കിൽ 4,499 ആണ് വരുന്നത്. അതേസമയം ഇൻഫിനിറ്റ് പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് 5,399 ആണ് വരുന്നത്. സോ മക്കളെ, എല്ലാവരും മാക്സിമം ചൂസ് ചെയ്യേണ്ടത് ഇൻഫിനിറ്റ് പ്ലാൻ ആയിരിക്കും. കാരണം ഇൻഫിനിറ്റ് പ്ലാനിലാണ് നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നത്. നമുക്ക് ഇനി വരാൻ പോകുന്ന ആഡ് ഓൺസ് എല്ലാം അതിലായിരിക്കും വരിക. സോ മാക്സിമം എല്ലാവരും ഇൻഫിനിറ്റ് പ്ലാൻ തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ മക്കളെ, സോ ഇന്നത്തെ ടോപ്പിക് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.